അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് 15ാമത്തെ പാരഗ്രാഫ് മുതലാണ് ഇൻഷാല്ലാ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. The third round followed the same course as the first but with one dramatic difference. അപ്പോൾ റൗണ്ട് എന്നിവിടെ പറഞ്ഞത് എന്താണ്? റൗണ്ട് സൈഡിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഹിയർ ഇവിടെ എന്താണ് അർത്ഥം? എ സ്റ്റേജ് ഇൻ എ ഫൈറ്റ് ഓർ കോമ്പറ്റീഷൻ. ഒരു മത്സരത്തിലുള്ള രണ്ടാമത്തെ സ്റ്റേജ്, അത് രണ്ടാമത്തെ ഘട്ടം എന്നറിയില്ലേ, അതിനാണ് ഇപ്പോൾ റൗണ്ട് എന്ന് പറയാം. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ഫോളോഡ് അതെന്തായി തുടർന്നു. ആസ് ദ സെയിം കോഴ്സ്, ഒരേ ഗതി, കോഴ്സാണ് ഇവിടെ ഗതി. ആസ് ദ ഫസ്റ്റ്, ആദ്യം എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത്, ആദ്യത്തെ സ്റ്റേജിൽ ആദ്യത്തെ റൗണ്ടിൽ എങ്ങനെയായിരുന്നോ ഇവിടെ തല്ലുണ്ടായിരുന്നത്, കോബ്രയും മംഗൂസും തമ്മിലുള്ള എങ്ങനെയായിരുന്നു ഫൈറ്റ്, അതേപോലെ തന്നെയാണ് മൂന്നാമത്തെ റൗണ്ടിലും അവർ ഫോളോ ചെയ്തത്. പക്ഷേ വിത്ത് ഓൺ ഡ്രാമാറ്റിക് ഡിഫറൻസ്, പക്ഷേ ഒരു വ്യത്യാസം മാത്രമുണ്ട് ഇവിടെ. എന്താണ്? വിത്ത് ഓൺ ഡ്രാമാറ്റിക് ഡിഫറൻസ്, ഒരു നാടകീയമായിട്ടുള്ള വ്യത്യാസം ഉണ്ട് ഇവിടെ. ഡ്രാമാറ്റിക് എന്ന് പറഞ്ഞാൽ നാടകീയമായിട്ടുള്ള ഡിഫറൻസ്, വ്യത്യാസം. ഒരു നാടകീയ വ്യത്യാസം മാത്രം ഇവിടെ ഉണ്ട്. ബാക്കിയൊക്കെ ആദ്യത്തെ ഫൈറ്റ് പോലെ തന്നെയാണ് ഈ മൂന്നാമത്തെ റൗണ്ടിലും ഉണ്ടായിരുന്നത്. എന്താണ് ആ വ്യത്യാസം? ദ ക്രൗ ആൻഡ് ദ മൈന. ഇവിടെ ആ ടെസ്റ്റ് വരുന്നത് എന്താണ്? ക്രൗവും മൈനയും, നമ്മുടെ കാക്കയും മൈനയും സ്റ്റിൽ ഡിറ്റർമൈൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്. അപ്പോൾ ഇവിടെയുള്ള ഈ പ്രവൃത്തിയിൽ ആരൊക്കെ തലയിടുന്നത്? മൈനയും കാക്കയും ഇതിൽ തലയിടുന്നുണ്ട്. അതായത് സ്റ്റിൽ ഡിറ്റർമൈൻഡ്, അവരെന്തായിട്ടുണ്ട്? തീരുമാനിച്ചു ടു ടേക്ക് പാർട്ട്, ഒരു ഭാഗമാകാൻ, ഇൻ ദ പ്രൊസീഡിങ്സ്, ഈ പ്രവൃത്തിയിൽ. അതായത് കോബ്രയും മംഗൂസും തമ്മിലുള്ള ഈ ഫൈറ്റിൽ ഇവർ രണ്ടാളും കൂടി എന്തായി, അവർ ഒരു അംഗമായി മാറി. ഡൈവ്ഡ് ആറ്റ് ദ കോബ്ര, രണ്ടാളും മൈനയും കാക്കയും കോബ്രയുടെ മേലേക്ക് ചാടി വീണു, ഡൈവ് ചെയ്തു അല്ലേ. ഡൈവ്ഡ്, നമ്മൾ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യൂല്ലേ, ചാടി ഉളങ്ങുത്ത, അതേപോലെ തന്നെ ചാടി വീണു, കോബ്രയുടെ അടുത്തേക്ക് ചാടി വീണു. പക്ഷേ ദിസ് ടൈം, ഈ സമയം, ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. അതേ മിസ്ഡ് ഈച്ച് അതർ, അവർ പരസ്പരം മിസ് ചെയ്തു, അതായത് നഷ്ടപ്പെടുത്തി. ഈച്ച് അതർ, പരസ്പരം നഷ്ടപ്പെടുത്തി. ആസ് വെൽ ആസ്, അതുപോലെ തന്നെ ദെയർ മാർക്ക്, അവരുടെ മാർക്കും നഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് ഇതിലൊന്നും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കോബ്രയെ കൊത്തുന്നതിൽ, കോബ്രയെ കടിക്കുന്നതിൽ മൈനക്കും കാക്കും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കോബ്രയെ മിസ്സാവുകയും ചെയ്തു, കോബ്രയെ കിട്ടിയില്ല. ദ മൈന ഫ്ലൂ ഓൺ, മൈന കോബ്രയെ കടിക്കാൻ ചെന്നു, മൈന പറന്നുപോയി. ഓക്കെ, കോബ്ര രണ്ടാളും കൂടി, മൈനയും കാക്കയും കൂടി കോബ്രയെ കടിക്കാൻ ചെന്നു. ദ മൈന ഫ്ലൂ ഓൺ, മൈന കടിക്കാൻ ചെന്നു, പക്ഷെ കിട്ടിയില്ല, മിസ്സായപ്പോൾ അത് പറന്നുപോയി. ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പെർച്ച്, അത് അതിൻ്റെ മരക്കൊമ്പിൽ പോയിട്ട് ഇരുന്നു. റീച്ചഡർ എത്തി. ഇറ്റ്സ് പേർച്ച്, പേർച്ച് പറഞ്ഞാൽ കൊമ്പ്, മരക്കൊമ്പ്, പക്ഷികൾ ഇരിക്കുന്ന കൊമ്പിനാണെന്ന് പറയാം പേർച്ച് എന്ന് പറയാം. അപ്പോൾ മരക്കൊമ്പിൽ പോയിട്ടിരുന്നു. ബട്ട് ദ ക്രൗ, പക്ഷേ കാക്ക ട്രൈഡ് ടു പുള്ളപ്പ്, പുള്ളപ്പിൻ്റെ അർത്ഥം സൈഡിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പ്, അതിങ്ങനെ നിന്നു. ട്രൈഡ് ശ്രമിച്ചു, ടു പുള്ളപ്പ്, നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇൻ മിഡ് എയർ, ഇവിടെ പകുതി വായുവിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. അതായത് നിലത്തുമല്ല, നിലത്തുനിന്ന് വിട്ടിട്ട് കുറച്ച് വായുവിൽ നിൽക്കൂലേ, കാക്കകൾക്ക് പക്ഷികളൊക്കെ വായുവിൽ ഇങ്ങനെ നിൽക്കൂലേ, അപ്പോൾ ആ സ്ഥാനത്താണ് അവിടെ നിന്നു. ബട്ട് ദ ക്രൗ ട്രൈഡ് ടു പുള്ളപ്പ് ഇൻ മിഡ് എയറിൽ അത് നിന്നു. ആൻഡ് ടേൺ ബാക്ക്, അത് പുറകോട്ട് തിരിഞ്ഞു. ഇൻ ദ സെക്കൻഡ്, രണ്ടാം പ്രാവശ്യം, ഇൻ ദ സെക്കൻഡ് ദാറ്റ് it took the bird to do this, the cobra whipped his head back and struck with great force. അപ്പോൾ പിന്നെ വായിൽ നിന്നത് രണ്ടാം പ്രാവശ്യം കാക്ക കൊത്താൻ പോയി. പക്ഷേ ദ crowd tried to pull up in mid-air and turn back. in the second, ഇനി രണ്ടാം പ്രാവശ്യം, that it took, അത് കടിച്ചു, അതായത് കാക്ക എടുത്തു. കാക്ക വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടി നിന്നു അല്ലേ. അപ്പോൾ ദ കോബ്ര, അപ്പോൾ ഈ പാമ്പ് മൂർഖൻ വിപ്പിഡ് പറഞ്ഞാൽ വിപ്പിഡ് ഹിസ് ഹെഡ് ബാക്ക്, അതായത് മൂവ്ഡ്
ഹിസ് ഹെഡ് ബാക്ക് സഡൻലി. പെട്ടെന്ന് തല തിരിച്ചു. വിപ്പിഡ് പറഞ്ഞാൽ പെട്ടെന്ന് തിരിക്കണേന്നാണ് വിപ്പിഡ് അറിയാം. വിപ്പിഡ് ഹിസ് ഹെഡ് ബാക്ക്, പെട്ടെന്ന് തല തിരിച്ചു. പാമ്പ് തല തിരിച്ചു. ആൻഡ് സ്ട്രക്ക്, അത് കടിച്ചു. വിത്ത് എ ഗ്രേറ്റ് ഫോഴ്സ്, ശക്തമായിട്ടുള്ള വേഗതയിൽ അത് കടിച്ചു. പാമ്പ് കാക്കയെ കടിച്ചു. പാമ്പ് കാക്കയെ കൊത്തി. അങ്ങനെ ഹിസ് സ്നൗട്ട് തഡിങ് അഗൈൻസ്റ്റ് ദ ക്രോസ് ബോഡി. സ്നൗട്ട് എന്ന് പറഞ്ഞാൽ ദ നോസ് ആൻഡ് ദ മൗത്ത് ഓഫ് ആനിമൽ. ഒരു മൃഗത്തിൻ്റെ മൂക്കും വായ്ക്കും പറയുന്ന പേരാണ് സ്നൗട്ട് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ മൂക്കും വായും തഡിങ്, അതെന്തായി, ഇടിച്ചു. അഗൈൻസ്റ്റ് ദ ക്രോസ് ബോഡി, കാക്കയുടെ ശരീരത്തിൽ എന്താണ് പാമ്പിൻ്റെ മൂക്കും വായും ഇടിച്ചു. അതായത് പാമ്പ് ശക്തിയായിട്ട് കൊത്തി നടത്താം. ഐ സോ ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet അക്രോസ് ദ ഗാർഡൻ. ഐസോ, അപ്പോൾ ഇവനിങ്ങനെ അവിടെ മരത്തിന് മുകളിൽ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവനെ കണ്ടു. ഐസോ, ഞാൻ കണ്ടു. ദ ബേർഡ് ഫ്ലങ്, ഈ പക്ഷി എന്തായി, വലിച്ചെറിയപ്പെട്ടു. നിയർലി, അടുത്തായിട്ട്. 20 feet അക്രോസ്, 20 അടി അകലെ എന്തായി, വലിച്ചെറിയപ്പെട്ടു. അക്രോസ് ദ ഗാർഡൻ, ഈ പൂന്തോട്ടത്തിന് കുറുകയായിട്ട്. ഇറ്റ് ഫ്ലട്ടേഡ് അബൌട്ട് ഫോർ എ വൈൽ. ഇറ്റ് ഫ്ലട്ടേഡ്, അതെന്തായി, ഈ കാക്ക ഇങ്ങനെ കുറച്ച് നേരം ഇളകി പിടഞ്ഞു അല്ലേ. ഇറ്റ് ഫ്ലട്ടേഡ്, അത് പിടഞ്ഞു. എബൌട്ട് ഫോർ എ വൈൽ, ഒരു അല്പസമയത്തേക്ക് അതിങ്ങനെ പിടഞ്ഞു. ദെൻ ലേ സ്റ്റിൽ, അതെന്തായി, നിശ്ചലനായിട്ട് അത് നിന്നു, കിടന്നവിടെ. ലേ കിടന്നു. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിശ്ചലമായിട്ട് അത് നിന്നു. അതായത് അങ്ങനെ കൊത്തുകെട്ടി ചാവാനാകുമ്പോൾ എന്തുണ്ടാവും, ജസ്റ്റ് ഒന്ന് പിടഞ്ഞിട്ട് എന്താവും, അതിങ്ങനെ നിശ്ചലമായിട്ട് ചാവും. അതാണ് ഇവിടെ പറഞ്ഞത്. ദ മൈന റിമൈൻഡ് ഓൺ ദ കാക്ടസ് പ്ലാൻ. മൈന എന്തായി, അവിടെ നമ്മൾ മുമ്പുണ്ടായിരുന്ന ആ കാക്ടസ് പ്ലാന്റിൽ, ആ കള്ളിമുൾ ചെടിയിൽ എന്തായി, മൈന എന്തായി, അവശേഷിച്ചു. ആൻഡ് വെൻ ദ സ്നേക്ക് ആൻഡ് ദ മംഗൂസ്, പാമ്പും കീരിയും റിട്ടേൺ ടു ദ ഫൈറ്റ്, അത് വീണ്ടും ഫൈറ്റിലേക്ക് തിരിച്ചു വന്നു. വെരി വൈസ്ലി ഡിസൈഡ് നോട്ട് ടു ഇൻ്റർഫേസ് അഗെയിൻ. നമ്മുടെ ഈ മൈൻ എന്തായി, വെരി വൈസ്ലി, വളരെ ബുദ്ധിയോടുകൂടി, ഡിസൈഡഡ്, തീരുമാനിച്ചു, നോട്ട് ടു ഇൻ്റർഫേസ് അഗെയിൻ, വീണ്ടും തലയിടണ്ട എന്ന് മൈന തീരുമാനിച്ചു. ദ കോബ്ര വാസ് വീക്കനിങ്. ഈ കോബ്ര എങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ട്, വീക്കായിക്കൊണ്ടിരിക്കുന്നത്, ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കോബ്രയുടെ ശക്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ മംഗൂസ്, ഈ കീരി എന്താകുന്നുണ്ട്, വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. ഈ കോബ്രയുടെ അടുത്തേക്ക് പേടിയില്ലാതെ നടന്നു വരുന്നുണ്ട്. വാക്കിംഗ് ഫിയർലെസ്ലി എന്ന് പറഞ്ഞാൽ പേടിയില്ലാതെ. റൈസഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് വിത്ത് എ ലൈറ്റിംഗ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നോട്ട്. അങ്ങനെ അത് റൈസ്ഡ് ഹിംസെൽഫ്, കീരിങ്ങനെ സ്വയം ഉയരുന്നുണ്ട്. ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, കീരിയുടെ കാലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കീരി ഇങ്ങനെ കാലുമ്പോൾ നിൽക്കുകയാണ്, ചെറിയ കാലിലിങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് വിത്ത് എ ലൈറ്റിംഗ് സ്നാപ്പ്, ഒരു മിന്നൽ വേഗത്തിലുള്ള ഒരു കടി. വിത്ത് എ ലൈറ്റിംഗ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നോട്ട്. എന്താ, ഈ വലിയ പാമ്പിനെ എന്തായി, കീരിൻ്റെ തൊള്ള കൊണ്ടും മൂക്കൊണ്ടും ഒന്നായിട്ട് കടിച്ചു. അതായത് കടിച്ചു എന്നർത്ഥം. ദ കോബ്ര റിതേർഡ്. The cobra writhed with and lashed about in a frightening manner. അപ്പോൾ writhed എന്ന് പറഞ്ഞാൽ എന്താണ്, വേദന കൊണ്ട് പിളയ. ഈ കോബ്ര writhed and lashed, അതെന്തായി, പെട്ടെന്ന് നീങ്ങി. about in a frightening manner, അത് പേടിയുള്ള രീതിയിലേക്ക് അത് മാറി. ആൻഡ് ഈവൻ കോയിൽഡ്, അതെന്തായി, അതായത് കോബ്ര ഇങ്ങനെ വേദന കൊണ്ട് ചുരുങ്ങി, അങ്ങനെ വളഞ്ഞു പൊളഞ്ഞു. ഇറ്റ് സെൽഫ് എബൌട്ട് ദ മംഗൂസിൻ്റെ അടുത്തിങ്ങനെ അതിങ്ങനെ കിടന്നിങ്ങനെ വളഞ്ഞു. ബട്ട് ടു നോ അവെയിൽ, വിത്ത് ഒരു വിജയമില്ലാതെ. സൈഡ് അർത്ഥം കൊടുത്തിട്ടുണ്ട്, എന്ത്, ടു നോ അവെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് നോ സക്സസ്, വിജയമില്ലാതെ, അതായത് പരാജിതനായിട്ട് എന്തായി, ഈ പാമ്പ് എന്തായി, മംഗൂസിൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്നു. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി ഓൺ അൻറ്റിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. ദ ലിറ്റിൽ ഫെലോ, ഈ നമ്മളെ ഈ കീരി എന്തായി, ഹങ് ഗ്രിംലി, അതെന്തായി,
ഭീകരമായിട്ട് അതിങ്ങനെ നിന്നു. ഓൺ അൺടിൽ ദ സ്നേക്ക് സീസഡ് സ്ട്രഗിൾ. അപ്പോൾ സീസഡ് എന്ന് പറഞ്ഞാൽ അതെന്തായി, നിർത്തി അല്ലേ. ഫൈറ്റ്, സ്ട്രഗിൾ, യുദ്ധം നിർത്തി. ഹി ദെൻ സ്മെൽറ്റ് എലോങ് ഇറ്റ്സ് ക്വയറിങ്സ് ലെങ്ത്. ഈ പാമ്പിൻ്റെ വിറകൊണ്ട് നിൽക്കുന്ന അതിൻ്റെ ശരീരം എന്തായി, ഇങ്ങനെ മണത്ത് നോക്കി നമ്മളെ കീരി. ഹി ദെൻ സ്മെൽറ്റ് എലോങ് വിത്ത് ഇറ്റ്സ് ക്യൂറിങ് ലെങ്ത്. ക്യൂറിങ് എന്ന് പറഞ്ഞാൽ വിറക്കുന്ന, ലെങ്ത് നീളം. പാമ്പ് നീണ്ടതല്ലേ പാമ്പ്. പാമ്പിൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ വാസനിച്ചിങ്ങനെ അതിങ്ങനെ വാസനിച്ചു. ഗ്രിപ്പഡ് ഇറ്റ് അറൗണ്ട് ദ ഹുഡ്. അതിൻ്റെ എന്തായി, അതിൻ്റെ പത്തിയുടെ ഭാഗത്ത് എന്തായി, വട്ടത്തിൽ എന്തായി, അത് കടിച്ചു പിടിച്ചു. ആൻഡ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. അതിനെ എന്തായി, ബുഷിലേക്ക് അവിടെ സൈഡുണ്ടായിരുന്ന കുറ്റിച്ചെടിയിലേക്ക് എന്തായി വലിച്ചു കൊണ്ടുപോയി. ഡ്രാഗഡനെ വലിച്ചു കൊണ്ടുപോകാം. ദ ബൈന ഡ്രോപ്പ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്. മൈന എന്തായി, അത് ഡ്രോപ്പ്ഡാണ് നിലത്തേക്ക് വന്നു. കോഷ്യസ്ലി പറഞ്ഞാൽ ജാഗ്രതയോട് കൂടി, വളരെ ജാഗ്രതയോട് കൂടി മൈന ഗ്രൗണ്ടിലേക്ക് നിലത്തേക്ക് എന്തായി വന്നു, നിലത്തിറങ്ങി അല്ലേ. മൈന അവിടെ കാക്ടസ് പ്ലാന്റിൽ കല്ലുമുച്ചെടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പാമ്പിനെ കീരി എന്തായി, കുറ്റിച്ചെടീൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മൈന എന്തായി, നിലത്തിറങ്ങി. ഹോപ്പ്ഡ് പറഞ്ഞാൽ എന്താണ്, ചാടി, ഇങ്ങനെ സന്തോഷത്തോട് ചാടി നടന്നു. എബൌട്ട് അങ്ങും ഇങ്ങും ചാടി നടന്നു. പീർഡ് ഇൻ ടു ദ ബുഷസ്. ആ കുറ്റിച്ചെടിയിലേക്ക് എന്തായി, ഒളിഞ്ഞു നോക്കി. ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. ഒരു സുരക്ഷിതമായിട്ട് അകലത്തിൽ നിന്നും എന്തായി, നമ്മുടെ മൈന എന്തായി, ഇങ്ങനെ നോക്കി. ആൻഡ് ദെൻ വിത്ത് എ ഷ്രിൽ ക്രൈ. ഒരു ഒച്ച സ്വരത്തിലുള്ള കരച്ചിലോട് കൂടി. ഓഫ് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരാൾക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട്, അതായത് കീരി ജയിച്ചല്ലോ ഇവിടെ. അപ്പോൾ കീരി അഭിനന്ദിച്ചുകൊണ്ട് എന്തായി, ഒരു ഉച്ചത്തിലുള്ള ഷ്രിൽ എന്ന് പറഞ്ഞാൽ ഉച്ചസ്വരത്തിലുള്ള കരച്ചിലിന് ഷ്രിൽ. അപ്പോൾ അങ്ങനെ അതെന്തായി, ഫ്ലൂ എവേ. നമ്മുടെ മൈന എന്തായി, പറന്ന് പോയി. റസ്കിൻ ബോണ്ടിൻ്റെ എന്താണ്, സ്ലൈറ്റ്ലി അബ്രിഡ്ജ് എന്നുള്ള പാഠഭാഗത്ത് നിന്നുള്ള എടുത്ത ഒരു ഭാഗമാണ് എന്ത്, നമ്മുടെ ഈ ബനിയൻ ട്രീ എന്നുള്ളത്. ഇൻഷാല്ലാ ഇങ്ങനെ താഴെ ക്വസ്റ്റ്യനുകളുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് അല്ലേ, നമ്മൾ പുസ്തകത്തിലുള്ള തന്നെയാണ് അത് എല്ലാവരും എഴുതുക. പിന്നെ പോന്നിട്ട് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. വാട്ട് ക്വാളിറ്റീസ് ഡിഡ് the two champions have? Pick out the words and the phrase from the paragraph above this line in the text and write them down. ഈ കോബ്രൻ്റെയും മംഗൂസിൻ്റെയും കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ള എഴുതാനാണ്. അങ്ങനെ താഴെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഇൻഷാ അല്ലാഹ് എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.